പക്ഷേ ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിന് 45 വയസ്സുള്ളപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റിന് 85 വയസ്സുണ്ട്. കോമൺ സെൻസോടെ കാര്യങ്ങൾ സംസാരിക്കാനും കഴിയുന്നില്ല. ഇങ്ങനെ പറഞ്ഞത് കൊണ്ടിട്ട് ഇദ്ദേഹം തന്നെ അടുത്ത പ്രധാനമന്ത്രി ഉറപ്പാക്കണ്ട. MGR ഒരിക്കൽ നിയമസഭയിൽ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ, ഞാൻ മരിക്കുന്നിടം വരെ എന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറ്റാൻ താൻ വിചാരിച്ചാൽ പറ്റത്തില്ലെന്ന്. സർ, ബി ജെ പിക്ക് ഒരു അഖിലേന്ത്യാ പ്രസിഡന്റ് വന്നിരിക്കുന്നു നഡ്ഡയ്ക്ക് ശേഷം. അത് നിതിൻ നബിൻ. നിതിനാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പലരും തെറ്റിദ്ധരിച്ചു നിതിൻ ഗഡ്കരി ആയിരിക്കും. പക്ഷേ ബീഹാറിൽ 5 പ്രാവശ്യം MLA ആയിട്ടിരുന്ന 45 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവായ മന്ത്രി എന്നുള്ള നിലയിൽ കഴിവ് തെളിയിച്ച വളരെ ഡൈനാമിക്കായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി. ഒരു ചെറിയ കാര്യമല്ലത്. പക്ഷേ ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിന് 45 വയസ്സുള്ളപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റിന് 85 വയസ്സുണ്ട്. കോമൺ സെൻസോടെ കാര്യങ്ങൾ സംസാരിക്കാനും കഴിയുന്നില്ല. അതാണ് ബി ജെ പിയും കോൺഗ്രസുമായിട്ടുള്ള ഒരു ഒരു ബന്ധം, ഒരു വ്യത്യാസം. ബേസിക്കായിട്ട് ഒരു വ്യത്യാസമാണ് സാറിനോട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ബി ജെ പി ഒരു ചെറുപ്പക്കാരുടെ ഒരു നിരയെ വളർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വിദേശകാര്യമന്ത്രിയായിട്ട് ജയശങ്കർ വരുമെന്ന് നമ്മളാരും വിചാരിച്ചിരുന്നില്ല. റാംനാഥ് കോവിന്ദ് പ്രസിഡൻ്റായിട്ട് വരും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ പ്രസിഡൻ്റായിട്ട് വളരെ പെട്ടെന്ന് ആണ് ഇപ്പോഴത്തെ പ്രസിഡൻറ്റും വന്നത്. ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ നിതിൻ നബീൻ പ്രസിഡൻ്റായിട്ട് വന്നിരിക്കുന്നു. ഇതെന്തെങ്കിലും ബി ജെ പിയുടെ പോളിസി മാറേണ്ട കാര്യമില്ല. എങ്കിലും ഈ ഒരു വരവിനെ, ഈ ചെറുപ്പക്കാരനായ ഈ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനാരോഹണത്തെ, പ്രസിഡൻ്റായില്ല, വർക്കിംഗ് പ്രസിഡൻ്റായിട്ടാണ് വന്നിരിക്കുന്നത്, പിന്നെ പ്രസിഡൻ്റാകും. അപ്പോൾ ഇതിനെ സാർ എങ്ങനെയാണ് കാണുന്നത്? ഇതിനെന്തെങ്കിലും പൊളിറ്റിക്കൽ ചേഞ്ച് ബി ജെ പിയുടെ നയ സമീപനങ്ങളിൽ ഉണ്ടാക്കുമോ? എന്താണ് ബി ജെ പിയുടെ വളർച്ചയിൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയുമോ? ഇത് വേറെ പാർട്ടികൾക്ക് മാതൃകയാകുമോ? ഇതിനെക്കുറിച്ചൊക്കെ അങ്ങയുടെ നിരീക്ഷണം, ഈ നിതിൻ നബീൻ വന്നതിനെക്കുറിച്ചുള്ള അങ്ങയുടെ നിരീക്ഷണമാണ് ഞാൻ ചോദിക്കുന്നത്. അത് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാൻ വേണ്ടി അങ്ങനെ പ്രേരിപ്പിച്ചിരിക്കുന്നു. കോമൺ സെൻസിൻ്റെ കുറവ് കോൺഗ്രസ് പ്രസിഡന്റ് അങ്ങ് പറഞ്ഞു. ഈ കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ എന്ന് ഭരണാക്ഷ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം കോൺഗ്രസിനകത്ത് ഈ സാധനം പൊതുവേ കുറവാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും അതവിടെ നിൽക്കണം. അത് കൗതുകകരമായ കാര്യമായിട്ട് പറഞ്ഞത് മാത്രം. എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്, ആരായിരിക്കും അടുത്ത കോൺഗ്രസ് പ്രസിഡന്റ്? അല്ലെ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം വീണ്ടും കിട്ടിയ ആരായിരിക്കും? ഉത്തരം സ്വാഭാവികമാണ്. സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല സാർ. സോണിയ പ്രായമായതുകൊണ്ട് മാറ്റിയാൽ രാഹുലാവും, ഇല്ലെങ്കിൽ പ്രിയങ്കയാകും. അതും കഴിഞ്ഞാലോ? അതിന് വാദ്ര വരും സാറേ. വാദ്ര ജനത്തിനെ സേവിക്കാൻ തയ്യാറാണ്. അതും കഴിഞ്ഞാലോ പ്രിയങ്കയുടെ മക്കളാവും. അല്ല, വേണ്ടി അത്യാവശ്യം വന്നാൽ സാറേ, നമ്മുടെ കരീബിയയിലെ രാഹുൽ ഗാന്ധിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അത് ചിലപ്പം സിറ്റിസൺഷിപ്പ് പ്രശ്നം കൊണ്ട് ചിലപ്പം വരാൻ വഴിയില്ല. ഞാൻ ചോദിച്ചത്, ഇപ്പം അവരുടെ പാർട്ടിക്കകത്താണെങ്കിലും അഖിലേഷ് യാദവിൻ്റെ പാർട്ടിക്കാണെങ്കിലും മുലായം സിംഗിൻ്റെ പാർട്ടിക്കാണെങ്കിലും DMK ആണെങ്കിലും ഈ പാർട്ടികൾക്കെല്ലാം ആരാണ് ഇനി പ്രസിഡൻ്റായി വരാൻ പോകുന്നതിനെക്കുറിച്ച് ആർക്കും ഒരു സംശയവുമില്ല. അധികാര കേന്ദ്രങ്ങൾ ആരെ ചുറ്റിപ്പറ്റിയാണ് പോകേണ്ടതെന്ന് സംശയമില്ല. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി പോലും എക്കണോമിക്സിൽ പറയുന്ന പോലെ അതർ തിങ്സ് റിമൈനിങ് ദ സെയിം. പിണറായിയുടെ സണ്ണില്ലോ മുഹമ്മദ് റിയാസ് അടുത്തത് മുഖ്യമന്ത്രിയാകാൻ സാധ്യത ഉണ്ടെന്ന് വേണമെങ്കിൽ കണക്ക് കൂട്ടാം. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് അങ്ങനെയല്ല. ഏറ്റവും താഴെയുള്ള സാധാരണ പ്രവർത്തകൻ പോലും കഴിവ് തെളിയിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ തീർത്തും താഴത്തെ നിലയിൽ നിന്ന് പ്രസിഡന്റ് പദവി വരെ എത്താൻ പറ്റുമെന്നുള്ളൊരു കൃത്യമായൊരു തെളിവാണ് ഈ നിതിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷ സ്ഥാന ലബ്ധിയോടുകൂടി. അങ്ങ് പറഞ്ഞ ശരിയാണ്, വർക്കിംഗ് പ്രസിഡൻ്റാണ്. ഇനി പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി സമ്മേളനം കൂടി കഴിഞ്ഞിട്ട് എലക്ട് ചെയ്യത്തുള്ളൂ ഫോർമലായിട്ട്. അതവിടെ നിൽക്കട്ടെ. എനിക്ക് ചോദിക്കേണ്ട പ്രധാന കാര്യം, 2047 ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ ശതാബ്ദി. അന്ന് വികസിത ഭാരതം എന്ന വലിയൊരു ലക്ഷ്യം നരേന്ദ്രമോദി വെച്ചിട്ടുണ്ട്. ഇന്ന് ഇതിൻ്റെ പ്രായം 45 വയസ്സ്. 2047 എന്ന് പറയുമ്പോൾ 22 വർഷം അല്ലേ? ഈ 45 22 കൂട്ടിയാൽ 67.
കൃത്യമാണ് പദ്ധതി. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം, ഇങ്ങനെ പറഞ്ഞത് കൊണ്ടിട്ട് ഇദ്ദേഹം തന്നെ അടുത്ത പ്രധാനമന്ത്രി ഉറപ്പാക്കണ്ട. ഭാരതീയ ജനതാ പാർട്ടി പല സംസ്ഥാനങ്ങളിലായിട്ട് ഏതാണ്ട് ഇതേ ഏജിരിപ്പുള്ള ആളുകളെ നമ്മുടെ തമിഴ്നാട്ടിലെ അറിയാം. അതുപോലെ ഹിമാചൽ പ്രദേശിൽ നിന്ന് പ്രസിഡൻ്റാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളാണ് അനുരാഗ് ഠാക്കൂർ. കർണാടകയിൽ നിന്ന് തേജസ്വി സൂര്യ. അങ്ങനെ നിരയത്തിനെ വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അസാമിലെ മുഖ്യമന്ത്രി തന്നെ, അസാമിലെ മുഖ്യമന്ത്രി സ്മൃതി ഇറാനി, അതുപോലെ സുഷമ സ്വരാജിൻ്റെ മകള്. അങ്ങനെ പശ്ചാത്തലമുള്ളവരും ഇല്ലാത്തവരുമായിട്ട് വലിയൊരു സംഖ്യയിൽ ആളുകളെ വളർത്തിക്കൊണ്ട് വന്നിട്ട് നാളത്തെ കാലത്ത് അധികാരം ഭാവി ഭാരതത്തിൻ്റെ ചുമതല എന്നാ പറയുക, അധികാരമൊന്നും ഒരുമല്ല, ചുമതല, ഭാവി ഭാരതത്തെ മുന്നോട്ട് ചുമതല ഏൽപ്പിക്കുന്നതിനുള്ള കരങ്ങളെ ഇപ്പോഴേ കണ്ടെത്തി ശക്തിപ്പെടുത്തുന്ന ഒരു രീതി ഭാരതീയ ജനതാ പാർട്ടിയുടെയും വ്യക്തമായി പറഞ്ഞാൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും ശൈലിയാണ്. മനുഷ്യശേഷി, മനുഷ്യനെ പൂർണ്ണശേഷികളിലേക്ക് വളർത്തിയെടുത്ത് അങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ വ്യക്തികളെ രാജ്യത്തിൻ്റെ മുതൽക്കൂട്ടാക്കി മാറ്റുക എന്നുള്ളതാണ് സംഘത്തിൻ്റെ ശൈലി. അതേ ശൈലിയിൽ കൂടെ കൃത്യമായും കണ്ടെത്തിയ ആളുകളെ കൊണ്ടുവരുന്നൊരു ശൈലി നമ്മൾ മുന്നോട്ട് പോയാൽ കാണാം. ഈ 45 വയസ്സിലായ വേറെ ഒരു പ്രസിഡന്റും ഇല്ലെങ്കിലും അടൽ ബിഹാരി വാജ്പേയിയോ ലാൽകൃഷ്ണ അഡ്വാനിയോ നിതിൻ ഗഡ്കരിയോ അല്ലെങ്കിൽ നമ്മുടെ JP നദ്ദയോ അമിത്ഷായോ ഒക്കെ പ്രസിഡന്റ് ആകുമ്പോഴും വെങ്കയ്യ നായിഡു ഇവരൊക്കെ പ്രസിഡന്റ് ആകുമ്പോഴും ഇവരേതാണ്ട് 50 വയസ്സിനടുത്തുള്ള ഒരു പ്രായത്തിലാണ്. എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത സ്റ്റേജിൽ ഒരു അലങ്കാര വസ്തുവായിട്ട് ഇരുത്തുന്നതല്ല. അതേ സമയത്ത് തന്നെ പടിപടിയായിട്ട് വളർന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ, ഭാരതം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തെത്തുകയും അവിടെ കാര്യക്ഷമമായ സംഭാവന കൊടുത്തുകൊണ്ട് വളർച്ചയ്ക്ക് അവസരം ഉണ്ടാക്കുക എന്നും പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള പ്രസ്ഥാനങ്ങളും ഈ വഴിക്ക് ചിന്തിച്ചു തുടങ്ങേണ്ടതല്ലേ. ഇതാണ് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള ചോദ്യം. അല്ല സാർ, അതിനകത്തുള്ള തടസ്സം എന്താ വെച്ചാൽ അങ്ങ് പറഞ്ഞ DMK എവിടെ നിന്നാണ് തുടങ്ങിയത്? DMK ഒന്നിച്ചെന്ന DMKയിൽ MG രാമചന്ദ്രൻ വരുന്നതിന് ഏറ്റവും ശക്തമായി എതിർത്തത് കരുണാനിധിയാണ്. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, കരുണാനിധിന് അഴിമതി നടക്കത്തില്ല. 2, MG രാമചന്ദ്രൻ്റെ ജനസമ്മതി. MG രാമചന്ദ്രൻ്റെ ജനസമ്മതിയെ തകർക്കാൻ കരുണാനിധിയുടെ തിരക്കഥയിൽ എഴുതാൻ പറ്റുന്ന എല്ലാ കഥകളും എഴുതി. പക്ഷേ MGRനെ തൊടാൻ കഴിഞ്ഞില്ല. MGR ഒരിക്കൽ നിയമസഭയിൽ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ, ഞാൻ മരിക്കുന്നിടം വരെ എന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറ്റാൻ താൻ വിചാരിച്ചാൽ പറ്റത്തില്ലെന്ന്. കരുണാനിധിയോടാണ് പറഞ്ഞത്. കഴിഞ്ഞില്ല, കരുണാനിധി തൊടാൻ പറ്റിയില്ല. ജയലളിത മുഖ്യമന്ത്രിയായത് പിന്നെ ഇതേ കനി കൊണ്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ രക്തബന്ധമൊന്നുമല്ലല്ലോ. ജയലളിതയുടെ അഹങ്കാരം കൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ്. മുഖ്യമന്ത്രി പദം അഹങ്കാരം കൊണ്ട് നഷ്ടപ്പെടുത്തിയ സ്ത്രീയാണ് ജയലളിത. ഇപ്പോൾ സ്റ്റാലിൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് ഉദയനിധി സ്റ്റാലിനെയാണ്, സംസ്കാരം തൊട്ട് തെറിച്ചിട്ടില്ലാത്ത ഒരു യുവാവ്. അയാളെയാണ് അടുത്ത മുഖ്യമന്ത്രിയാക്കാൻ ഇവരെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനിയും ബീഹാറിലോട്ട് പോയാൽ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ലാലു പ്രസാദിൻ്റെ. ഇപ്പോൾ ഇവിടെ ഒരു കുടുംബവാഴ്ചകളാണ്. മമതയെക്കുറിച്ച് നമ്മൾ പ്രതീക്ഷിച്ചാലും മമതയെ ഇപ്പോൾ അനന്തരവനെ കൊണ്ടുവരാം. ഇപ്പോൾ ഇതിൽ നിന്നും അടിസ്ഥാനപരമായ മാറ്റം പിന്നെ BJP കൊണ്ടുവന്നിട്ടുണ്ട്. BJP നല്ലൊരു മാതൃക സൃഷ്ടിച്ചു. പക്ഷേ അവിടെ ഒരു പ്രോബ്ലം ഉള്ളത്, ഇവിടെ ഈ കുടുംബവാഴ്ച നടക്കുന്നതുകൊണ്ട് നമ്മുടെ ജനാധിപത്യത്തിന് വലിയൊരു വീഴ്ച സംഭവിക്കുന്നുണ്ട് സാർ. ഇപ്പോൾ DMK എന്ന് പറയുന്നത് തമിഴ്നാട്ടിലല്ലേ ഉള്ളൂ, അല്ലെ ലാലു പ്രസാദിൻ്റെ RJD എന്ന് പറയുന്നത് ബീഹാറിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് അഖിലേന്ത്യാ തലത്തിൽ നല്ലൊരു പ്രതിപക്ഷമില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം ദുർബലമാകും. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു ബാലൻസ് ചെയ്യുന്ന പ്രതിപക്ഷം വേണം, എങ്കിലേ ഭരണപക്ഷത്തിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനൊക്കത്തുള്ളൂ. അല്ലാതെ നരേന്ദ്രമോദിയും മറ്റെല്ലാവരും ഒരിക്കലും തെറ്റുപറ്റാത്ത ഇൻഫാലിബിളായുള്ള ആളുകളൊന്നും അല്ലല്ലോ. പാർലമെൻറ്റിൽ ഗൗരവതരമായ ചർച്ച നടത്തണ്ടേ. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ സാറിന് പറയാം. ഉദാഹരണത്തിന് ഈ പ്രായമായ ആളുകളോട് കാണിച്ചൊരു സമീപനത്തിൽ എനിക്ക് കടുത്ത വിയോജിപ്പുള്ളതുണ്ട്. പണ്ട് 60 വയസ്സ് കഴിഞ്ഞവർക്ക് റെയിൽവേയിൽ സൗജന്യം കൊടുക്കുമായിരുന്നു. സാർ, എല്ലാ രാജ്യത്തും സീനിയർ സിറ്റിസൺസിനോട് കാരുണ്യം കാണിക്കും. പക്ഷേ വലിയ മിടുക്കനാണ് നമ്മുടെ റെയിൽവേ മന്ത്രി. അദ്ദേഹം ഇത് എടുത്തു കളഞ്ഞു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുണ്ടായിരുന്ന സൗജന്യം എടുത്തു കളഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ അത് തെറ്റായൊരു നടപടിയാണ്. റെയിൽവേക്ക് ലാഭം ഉണ്ടാക്കാൻ എന്തും ചെയ്യാൻ പറ്റുകയില്ല. അതിനകത്തൊക്കെ കുറച്ചൊരു മാനുഷികമായ ഒരു സമീപനം വേണം. ഇതിനെതിരെ ഈ സീനിയർ സിറ്റിസൺസിന് കിട്ടിയ ഈ പിന്നെ ആനുകൂല്യം എടുത്തതിന് ഒറ്റ MP ഇന്ത്യൻ പാർലമെൻറ്റിൽ സംസാരിച്ചു. അവരൊക്കെ വോട്ട് ചോരി. ഇപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. ഒരു കാര്യം, പ്രാദേശികമായ വിഷയങ്ങളാണ് പ്രാദേശിക പാർട്ടികളുടെ വിഷയം. അങ്ങനെ വരുമ്പോൾ ഇവരൊക്കെ മക്കളുമായി പ്രാദേശികമായി ശക്തമാകുമ്പോൾ
നമ്മുടെ ജനാധിപത്യത്തിനെ അത് പ്രതികൂലമായി ബാധിക്കത്തില്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം. അല്ല, അത് പ്രതിപക്ഷം ശക്തമാകണം, ഒരു സംശയം അക്കാര്യത്തിലില്ല. പ്രതിപക്ഷം ശക്തമാകണമെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഉള്ളിൽ നിന്ന് തന്നെ സ്വാഭാവികമായ നേതൃത്വം ഉരുത്തിരിഞ്ഞ് വരണം. അത് കോൺഗ്രസ് പോലെ പ്രസ്ഥാനങ്ങളിൽ ഉരുത്തിരിഞ്ഞ് വരാൻ വൈകുന്നിടത്തോളം എനിക്ക് തോന്നുന്നത് ഏറിപ്പോയാൽ 5 കൊല്ലം കൂടെ രാജ്യം കാത്തിരിക്കും. 2029 ഇലക്ഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പ്രതിപക്ഷ പാർട്ടികളിൽ സ്വാഭാവികമായും ഉള്ളിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു നേതൃത്വം കോൺഗ്രസിനകത്താണേലും സമാജ്വാദി പാർട്ടിക്കകത്താണേലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും ഇവിടെയും വരും. അത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഈ പ്രോസസ്സിനകത്തോടും എനിക്കും പൂർണ്ണമായ യോജിപ്പൊന്നുമല്ല. കൃത്യമായും ഉൾപാർട്ടി തിരഞ്ഞെടുപ്പുകൾ വേണമെന്നും വാർഡ് തലം, മണ്ഡലം, ജില്ല, സംസ്ഥാനം, അഖിലേന്ത്യ ഈ ലെവലിലെല്ലാം തിരഞ്ഞെടുക്കപ്പെടുന്ന പാർട്ടി പ്രവർത്തകർ വേണം. താഴെ തൊട്ട് മുകളിൽ വരെ അധികാരത്തിലെത്തണമെന്നും വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതില്ലാതാക്കിയത് മഹാത്മാഗാന്ധിയാണ് കോൺഗ്രസിനകത്ത്. ആരെല്ലാം എന്തു പറഞ്ഞു കഴിഞ്ഞാലും 929 സർദാർ പട്ടേലിന് വേണ്ടിയാണ് യോജിപ്പ് ഉണ്ടായിരുന്നത്. പട്ടേലാകുമെന്നാണ് പറഞ്ഞത്. നേരം വെളുത്തപ്പം ഗാന്ധിജി പറഞ്ഞു നെഹ്റു പ്രസിഡന്റെന്ന് ആക്കി. അതുപോലെ വീണ്ടും 35 പട്ടേലിന് വീണ്ടും അവസരം വന്നു. അന്നേരവും പട്ടേലിനെ മാറ്റി നെഹ്റു. പൊതുജനങ്ങളുടെ അഭിപ്രായം പട്ടേലിന് അനുകൂലം. പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് വന്നു. സുഭാഷ് ചന്ദ്രബോസിനെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് രാജിവെപ്പിച്ചു. അതിനുശേഷം പിന്നെ അത് 46 വരുമ്പോഴത്തേക്ക് ആ പ്രസിഡന്റ് ആയിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് ഉറപ്പായിരുന്നു. ആ സമയത്ത് അദ്ദേഹം സർദാർ പട്ടേലിനാണ് 12 പ്രവിശ്യകളിൽ നിന്നുള്ള പിന്തുണ കിട്ടിയത്. നെഹ്റുവിന് ആരുടെയും പിന്തുണയിലായിരുന്നു. ലോകമാന്യ തിലകൻ, ആചാര്യ കൃപലാനി അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അങ്ങനെ ബഹുഭൂരിപക്ഷം കിട്ടിയ 15-ൽ 12 കിട്ടിയ നെഹ്റുവിനെ പട്ടേലിനെ ആക്കാതെ നെഹ്റുവിനെ ആക്കി. ഇത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ്. പിന്നീട് അത് പ്രധാനമന്ത്രിയായി. ഇതൊന്നും പാടില്ലെന്നും വാർഡ് തൊട്ട് അഖിലേന്ത്യ ലെവൽ വരെ അങ്ങനെ ആകണമെന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവർ വരണം, അതിന് ഭരണഘടനയിൽ വ്യവസ്ഥ വേണം എന്ന ഇന്ത്യൻ ഭരണഘടന തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്ന വ്യവസ്ഥ വേണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അത് വരാത്തത്തോളം കാലം ഇപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഞാൻ എടുത്തൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇദ്ദേഹം ഇപ്പം സെലക്ട് ചെയ്യപ്പെട്ട വർക്കിംഗ് പ്രസിഡന്റ് വീണ്ടും പ്രസിഡൻ്റാകാൻ പോകുന്ന അദ്ദേഹം, ഞാൻ ഇന്നലെ വായിച്ചൊരു സംഭവമാണ്. ബീഹാറിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏൽപ്പിച്ച ചുമതലകളെല്ലാം കൃത്യമായി നിർവഹിച്ചു. ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ പാർട്ടി പ്രതീക്ഷിച്ചതിൽ കൂടുതൽ റിസൾട്ടുണ്ടായി കൊടുത്തു. എല്ലാം കഴിഞ്ഞ് അവസാനം ഏറ്റവും അടുത്ത ഇലക്ഷന് ഏറ്റവും നമുക്ക് ഹൃദയസ്പർശമായ അനുഭവമാണ്. ബീഹാറിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച വന്നു. ആ ചർച്ചയ്ക്കകത്ത് ഇദ്ദേഹം പറഞ്ഞ, ഈ നിധിൻ എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടം നിധിന് തന്നെയായിരുന്നു. അത് പറഞ്ഞപ്പോഴത്തേക്ക് അമിത്ഷായുമായിട്ട് ചോദിച്ചെന്നാണ് ഡൽഹിയിലെ പത്രക്കാരൊരു വാർത്തയാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് നഷ്ടമാകില്ലെന്ന് പറഞ്ഞു. എൻ്റെ നഷ്ടമല്ല വിഷയം, പാർട്ടിയുടെയും സംസ്ഥാനത്തിൻ്റെയും നേട്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിനെക്കാട്ടിൽ ഉപരി പാർട്ടിയുടെ താല്പര്യത്തിനേക്കാൾ ഉപരി രാജ്യത്തിൻ്റെ താല്പര്യം എന്ന് കരുതുന്ന ഒരാളിന് പാർട്ടിയിൽ അവസരം കൊടുത്തതും അതുപോലെ തന്നെ അങ്ങനെയുള്ളവരെ പലരെയും വളർത്തിക്കൊണ്ട് വന്ന് ഒരുപക്ഷെ 2047 അവസ്ഥ വരുമ്പം ഭാരതത്തെ നയിക്കുന്നതിന് കെൽപ്പുള്ള, ഒന്നുകൂടെ പറഞ്ഞാൽ പണ്ട് പ്രമോദ് മഹാജനെയും വെങ്കയ്യ നായിഡുവിനെയും അരുൺ ജെയ്റ്റ്ലിയെയും സുഷമ സ്വരാജിനെയും ഒക്കെ അടൽ ബിഹാരി വാജ്പേയിയും LK അഡ്വാനിയും മുരളി മനോഹർ ജോഷിയും ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെ വളർത്തിക്കൊണ്ട് വന്നതുപോലെ ഇനിയും ആരാണ് ഭാരതീയ ജനതാ പാർട്ടിയെയും ഭാരതത്തെ നയിക്കാൻ തയ്യാറായിട്ടുള്ളതെന്ന് ചോദിക്കുമ്പം കൃത്യമായി ഉത്തരം പറയാൻ വേണ്ടി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന പല നേതാക്കളെയും വളർത്തിക്കൊണ്ടുവരുന്ന ആ സംഘടനാ സംവിധാനമുണ്ടല്ലോ, അത് വെട്ടിനിരത്തലിൻ്റെ രാഷ്ട്രീയം മാത്രം കണ്ടുപിടിച്ച നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചം ചിന്തിക്കുമ്പം അത് സകാരാത്മകമായ നിരവധി സാധ്യതകളാണ് തുറക്കുന്നത്. ഓക്കെ സാർ, ഞാൻ സാറിൻ്റെ പറഞ്ഞ് എഗ്രി ചെയ്യുന്നു. എനിക്ക് ഏറ്റവും കൺവിൻസിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, ഇപ്പോഴും നിതിൻ നബീൻ അധികാരത്തിൽ വന്നെങ്കിലും അത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളല്ല, നോമിനേറ്റഡ് വർക്കിംഗ് പ്രസിഡൻ്റാണ്.
അവിടെ അവരുടെ കമ്മിറ്റി ചിലപ്പം തിരഞ്ഞെടുത്ത് കാണുമായിരിക്കും. അത് പോരാ. നമ്മൾ ഗ്രാമതലങ്ങളിൽ വാർഡ് തലം തൊട്ട് വരുന്ന ആളുകൾക്ക് മാത്രമേ BJPയിലൂടെ എന്ത് പറഞ്ഞാലും നമ്മൾ എന്തെല്ലാം കുറ്റം പറഞ്ഞാലും ശരി, ഇന്നും CPIയും നിൽക്കുന്ന അവരുടെ പാർട്ടി സമ്മേളനങ്ങളുണ്ട് സാർ. നമ്മളതിനെ കുറ്റം പറഞ്ഞു. പക്ഷേ അത്രയും ജനാധിപത്യം കേന്ദ്രീകൃതമാണെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ജനാധിപത്യ കേന്ദ്രീകൃതമാണ്, അവിടെ വോയിസ് ഇല്ല. പക്ഷേ ഒരു കാര്യം, ഞാൻ 10-20 വർഷം CPM പ്രവർത്തിച്ച ഒരാളാണ്. നമുക്ക് ബ്രാഞ്ച് സമ്മേളനവും ലോക്കൽ സമ്മേളനവും ഏരിയ സമ്മേളനവും ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനവും കഴിഞ്ഞേ പാനൊക്കത്തുള്ളൂ. അവിടെയൊക്കെ നിശ്ചിതമായ വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ മുകളിലിരിക്കുന്ന സഖാവിൻ്റെ അനുഗ്രഹാശിസുകളുണ്ടെങ്കിൽ വളരാൻ കഴിയൂ എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാം. നമ്മൾ എത്ര കഴിവ് തെളിയിച്ചിട്ടും കാര്യമൊന്നുമില്ല. മുകളിലിരിക്കുന്ന ദൈവത്തിൻ്റെ അപ്രീതി ഉണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല. അങ്ങനെ പറ്റാത്തവർക്ക് അത് വേണ്ടെന്ന് വെച്ച് പോകാമല്ലോ. പക്ഷേ ഒരു സിസ്റ്റം ഉണ്ടെന്ന് ഞാൻ സാറിനോട് പറഞ്ഞു. ആ ഒരു സിസ്റ്റമാണ് ഇന്നും ഇടത് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നിലനിർത്തുകയും ഇടത് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സിസ്റ്റം തന്നെ ഇക്കാര്യത്തിൽ BJP സ്വീകരിക്കുകയും താഴെത്തട്ടിലുള്ള പ്രവർത്തകർ, നന്നായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ അംഗീകരിക്കുകയും ചെയ്യുന്നൊരു സംവിധാനം താമസവിനാ വന്നെങ്കിൽ തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം 2047 BJPയുടെ ജൈത്രയാത്ര കൂടുതൽ ജനകീയമാക്കാനും അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമഗ്രമാക്കാനും അത് കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങ് പറഞ്ഞ അഭിപ്രായത്തോടെ ഞാൻ 100% യോജിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.